തെവെനിൻ തിയറം ഉപയോഗിച്ച് ഈ സർക്യൂട്ടിൻ്റെ എ ബിക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 6 ആംപിയറിൻ്റെ ഒരു കറണ്ട് സോഴ്സും ഉണ്ട്, 18 വോൾട്ടിൻ്റെ ഒരു വോൾട്ടേജ് സോഴ്സും ഉണ്ട്. എ ബി ഓപ്പൺ ആയതുകൊണ്ട് ഇനി അത് ആ ലോഡ് ഓപ്പൺ ചെയ്യാൻ ലോഡൊന്നും തന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്താലും മാത്രം മതി, എ ബിക്ക് അക്രോസ് ഉള്ള വോൾട്ടേജിനാണ് തെവെനിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർക്യൂട്ടിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാനേ തെവെനിൻ ഈക്വലൻ്റ് സർക്യൂട്ട് ഉണ്ടാക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിനകത്ത് 2 ഓമിലൂടെ ഇത് ഓപ്പൺ ആയി കിടക്കുന്നതുകൊണ്ട് ഈ 2 ഓമിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യൂല എന്ന് ഒരു കണ്ടീഷൻ ആദ്യമേ മനസ്സിലാക്കുക. 6 ആംപിയർ എവിടെ കൂടെ മാത്രമേ ഫ്ലോ ചെയ്യുകയുള്ളൂ? ഇവിടെയുള്ള ഈ റെസിസ്റ്റൻസിലൂടെ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ 6 ആംപിയർ ഫ്ലോ ചെയ്യുന്നത് 4 ഓമിലൂടെ ആയതുകൊണ്ട് 4 ഇൻറ്റു 4 എന്താണ് വരിക? 4 ഇൻറ്റു 6 എത്ര വരും? 4 ഇൻറ്റു 6 24 വോൾട്ടാണ് വരുന്നത്. 24 വോൾട്ട് എന്ന് പറയുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയതുകൊണ്ട് ഡിയിൽ പ്ലസും സിയിൽ നെഗറ്റീവും ആയിട്ട് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അടുത്തത് ഈ DFE ഈ പാത്തിൽ മാത്രമാണ് ആര് നിലനിൽക്കുന്നത്? ഈ 18 വോൾട്ടിന് എന്തെങ്കിലും ഉള്ളത്, 18 വോൾട്ട് ഉള്ളത്. സ്വാഭാവികമായും ഇവിടെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3 + 6 9 ആണ്. 18/9 2 ആംപിയർ ആണ്. ഈ 2 ആംപിയറിനെ 6 ഓം കൊണ്ട് ഗുണിച്ചാൽ 6 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് കിട്ടും. അതായത് 6 × 2 ആംപിയർ എന്ന് പറയുന്നത് 12 വോൾട്ടാണ്. പൊളാരിറ്റി മുകളിലും താഴെയുമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. 2 ഓമിലൂടെ എന്ത് പോകുന്നുമില്ല, കറണ്ട് ഫ്ലോ ചെയ്യുന്നുമില്ല. അപ്പോൾ നമ്മൾ ക്രിച്ച്ഹോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യാണ്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ ADFB വരെ. അപ്പോൾ ഈ സർക്യൂട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത്, ഈ എയിൽ നിന്ന് മൈനസ് ആണ് കണക്ട് ചെയ്തത്. മൈനസിൽ നിന്ന് പ്ലസ്സിലെത്തുമ്പോൾ നമ്മൾ അതിനെ മൈനസ് ആയിട്ട് എടുക്കുന്നു. -24, അതായത് 24ൻ്റെ മുന്നിൽ ഈ ചിഹ്നം മൈനസ് എന്ന് പറയുന്ന ചിഹ്നം ഇടുന്നു. അതേസമയം പ്ലസ്സിൽ നിന്ന് മൈനസിലേക്കാണ് ഇങ്ങനെ പോകാൻ പറ്റൂ. അല്ലാതെങ്കിൽ ഇങ്ങനെ പുറപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ മാത്രമേ പോകാൻ പറ്റൂ. ഇപ്പോൾ പുറപ്പെട്ടത് എവിടെ നിന്നാണ്? എയിൽ നിന്ന് ഡിയിലേക്കും, ഡിയിൽ നിന്ന് എഫിലേക്കും, എഫിൽ നിന്ന് ബിയിലേക്കും, തുടർന്ന് ബിയിൽ നിന്ന് എയിലേക്കുമാണ്. അതുകൊണ്ടാണ് -24 + 12 മാർക്ക് ചെയ്തത്. 2ലൂടെ കറണ്ടൊന്നും പോവാത്തത് കൊണ്ട് അതിന് ക്രോസ് വോൾട്ടേജ് ഇല്ല. ബിയിൽ നിന്ന് വീണ്ടും ബി എന്ന് പറയുന്നത് നെഗറ്റീവ് ചിഹ്നവും എ എന്ന് പറയുന്നത് പോസിറ്റീവ് ചിഹ്നവുമായിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് അതിനെയും നമുക്ക് എന്ത് ചെയ്തേ പറ്റുള്ളൂ? മൈനസിൽ നിന്ന് പ്ലസിലേക്ക് പോകുന്നതായി കണക്കാക്കി അതിനെയും 0 ആക്കി മാറ്റുകയേ നമുക്ക് നിർവാഹമുള്ളൂ. -VAB ആയിട്ട് കണക്കാക്കാനേ പറ്റുള്ളൂ. അപ്പോൾ =0. -24 + 12 ആണ്. -24 + 12 എന്ന് പറഞ്ഞാൽ -12 ആണ് വരിക. VAB എന്ന് പറയുന്നത് 0ൻ്റെ അപ്പുറം പോകുമ്പോൾ അത് പ്ലസ് ആവുകയും ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു തെവെനിൻ വോൾട്ടേജ്. തെവെനിൻ വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അടുത്തത് തെവെനിൻ വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് തെവെനിൻ റെസിസ്റ്റൻസ് കാണുകയാണ്. വോൾട്ടേജ് സോഴ്സിനെ റിമൂവ് ചെയ്യുന്നത് ഷോർട്ടായിട്ടും കറണ്ട് സോഴ്സിനെ റിമൂവ് ചെയ്യുന്നത് ഓപ്പൺ ആയിട്ടുമാണ്. അപ്പോൾ 3ഉം 6ഉം പാരലലാണ്. 3 × 6 18 ÷ 3 + 6 9 2 ഓം കിട്ടും. 2 ഓമും 4 ഓമും ബാക്കി കിടക്കുന്ന 2 ഓമും ഇവിടെ കിട്ടിയ 2 ഓമും ഈ 4 ഓമും ഈ 2 ഓമും എല്ലാം എന്താണ്? പാരലലാണ്, സീരീസ് ആണ്. അതുകൊണ്ട് തന്നെ 4 + 2 + 2 8 ഓമാണ് തെവെനിൻ ഈക്വലൻ്റ് റെസിസ്റ്റൻസ്. ഇനി ഈക്വലൻ്റ് സർക്യൂട്ട് വരയ്ക്കുക എന്നുള്ളത് മാത്രമാണുള്ളത്. 8 ഓം അവിടെ വരച്ചിട്ടുണ്ട്. 12 വോൾട്ട് വരയ്ക്കണം. വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നെഗറ്റീവാണ് നമുക്ക് കിട്ടിയ ആൻസർ. ഓർക്കുന്നുണ്ടാവും. ആ നെഗറ്റീവ് ചിഹ്നം, നെഗറ്റീവ് വരുന്ന പാർട്ട് എയിലേക്ക് കണക്ട് ചെയ്യണം, പോസിറ്റീവ് ആവുന്ന പാർട്ട് ബിയിലേക്ക് കണക്ട് ചെയ്യണം. കാരണം നമ്മൾ യഥാർത്ഥത്തിൽ കണക്ട് ചെയ്യേണ്ടിയിരുന്നത് ഈ പോസിറ്റീവ് എന്ന് പറഞ്ഞ എക്കും നെഗറ്റീവ് എന്ന് പറഞ്ഞ ബിക്കുമാണ്. ഏത് ആൻസർ കിട്ടുകയാണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ആൻസർ. നമ്മൾ എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് ആ ഭാഗത്തോട് തന്നെയാണ് കണക്ട് ചെയ്തിരുന്നതെങ്കിൽ അത് അതായത് പോസിറ്റീവായിട്ടാണ് കിട്ടിയിരുന്നത് എങ്കിൽ നമ്മൾ എന്ത് മാർക്ക് ചെയ്യുമായിരുന്നു? അവിടെ പോസിറ്റീവ് മാർക്ക് ചെയ്യുമായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.